അച്ഛൻ പറഞ്ഞത് കാര്യാ മോനെ. അല്പം തകർച്ച നേരിട്ടാലും കണിമംഗലം കണിമംഗലം തന്നെയാ. അവിടെ നിന്ന് ഒരാള് പൊതിച്ചോറ് വിൽക്കാൻ ഇറങ്ങണ്ട. എന്ത് കഷ്ടമേ ഇത്. നമ്മള് കൈയെടുത്ത് കുമ്പിട്ട് തൊഴണം അവളെ, രാധിക മോളെ. വേറൊരാളായിരുന്നു വരുണിന്റെ ഭാര്യയുടെ സ്ഥാനത്തെങ്കിൽ നമ്മുടെ വരുൺ മോൻ ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നോ? അവൻ എന്ത് സന്തോഷത്തോടെ സംസാരിച്ചെന്നറിയോ? അതിന്റെ കാരണം അവളാ. ഈ വലിയ വീഴ്ചയിലും അവനെ താങ്ങായി നിൽക്കുന്ന രാധിക മോള്. അവള് കൊടുക്കുന്ന ആത്മവിശ്വാസത്തിലാ വരുൺ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അത് ശരിയാ അമ്മേ. ഞാനും പരമേശ്വരേട്ടനും അത് തന്നെ എപ്പോഴും പറയുന്നേ. മുൻപ് അവള് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മൾ പരസ്പരം പറഞ്ഞു നമ്മുടെ വീടിന്റെ ഐശ്വര്യ രാധികയെന്ന്. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോഴാ അറിയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്. ആരാ അവള്? പ്രശസ്ത ഗായിക ശ്യാമയുടെ മകളാ. കോടിക്കണക്കിന് രൂപയുടെ അവകാശി. ഭാഗ്യം അവളുടെ കയ്യിൽ നിന്ന് തെന്നിത്തെറിച്ചു പോയെങ്കിലും ശ്യാമ ഇവിടെയുണ്ട്. ആ അമ്മയെ ഭഗവാൻ രാധിക മോളുടെ മുന്നിലെത്തിക്കും. നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ ദൈവം കാണുന്നില്ലേ അമ്മേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? ഈ കഷ്ടപ്പാടൊക്കെ മാറും. രാധിക ഒരിക്കൽ ശ്യാമയേക്കാൾ പ്രശസ്തിയാവും. എത്ര കഷ്ടപ്പെട്ടാലും വരുൺ ഒരു സ്ഥാനത്ത് എത്തുകയും ചെയ്യും. എനിക്കതിൽ സംശയമൊന്നുമില്ല. ആ പ്രതീക്ഷയിലെ ആശ്വാസം എല്ലാം കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ വന്ന് കരയുന്നത് കാണുമ്പോഴാ. അതെന്റെ കാര്യം പോട്ടെ. പക്ഷെ പണിയെടുത്ത് നീ അങ്ങ് വല്ലാതായല്ലോ മോളെ. അതൊന്നും സാരമില്ലമ്മേ. ഒരു വീട്ടിനകത്തെ ജോലിയല്ലേ. മുൻപ് പരമേശ്വരന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഞാൻ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത്. ആശ്വസിക്കുന്ന കാര്യങ്ങൾ നീ തന്നെ കണ്ടെത്തുക. പിന്നെ ഞാൻ എന്തു പറയാനാ? അമ്മ വന്ന് കിടക്ക്. ഇനി ഓരോന്നാലോചിച്ച് ഉറക്കം കളയണ്ട. വാ അമ്മേ, വാ. അമ്മ എല്ലാം കൂടെ എടുത്തൊന്ന് സഞ്ചി വെച്ചേ. ഞാനേ പുതിയ അതിഥിയെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ദേവേട്ടാ, ഇത് എന്തും പറഞ്ഞ സ്കൂട്ടർ തന്നത്? അത് തളിപ്പറമ്പിൽ മേനോൻ സാറിന്റെ വീട്ടിലെ സാറിന്റെ മോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. അവളിപ്പോ ഇംഗ്ലണ്ടിലോ മറ്റോ അല്ലേ. ഞാൻ രാധിക മോളുടെ ഭക്ഷണപ്പൊതി വിതരണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ മേനോൻ സാറാ പറഞ്ഞത് ആരുടെങ്കിലും കയ്യിൽ ഇതങ്ങ് കൊടുത്തുവിടാന്ന്. വിലയൊന്നും പറഞ്ഞില്ലേ? ചോദിച്ചു, പറയണ്ടേ? പക്ഷെ കൊടുക്കണം. ഈ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ കുറേശ്ശേട്ടൻ നമുക്ക് കൊടുക്കണം, അല്ലേ മോളെ? അതെന്തായാലും കൊടുക്കണം അച്ഛാ. താൻ പോവാൻ റെഡിയായോ? പിന്നെ ഞാൻ വന്ന് യാത്ര പറയാനിരിക്കായിരുന്നു. ആഹാ, കൊള്ളാലോടോ. ഇതെങ്ങനെ, നന്നായിട്ട് ഓടിക്കോ അതോ ഉന്തി തള്ളി പോണോ? ഉന്തി തള്ളിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ ഓടിച്ചോളാം. ഒരു കാര്യം ചെയ്യ്, ഞാനും കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോയി കൊടുക്കും. അത് വേണ്ട മോനെ. മോൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതായിരിക്കും.
പക്ഷേ കാണുന്നവരെ ചിലപ്പോൾ പരിഹസിക്കും. നമ്മളെന്തിനാ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നത്? അച്ഛൻ പറഞ്ഞത് കാര്യാ മോനെ. അല്പം തകർച്ച നേരിട്ടാലും കണിമംഗലം കണിമംഗലം തന്നെയാ. അവിടെ നിന്ന് ഒരാള് പൊതിച്ചോറ് വിൽക്കാൻ ഇറങ്ങണ്ട. എന്ത് കഷ്ടമേ ഇത്. അതെ, അച്ഛനമ്മയായിട്ട് സംസാരിച്ചിരിക്കും. ഇനിയിപ്പോ കുറച്ച് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ അതിലും വിരോധമില്ല. ഞാൻ ദേ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഷടയിൽ നിങ്ങൾ തിരിച്ചു വരാം. ഓക്കെ? അയാൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചുമ്മാ പറയുന്നതെന്ന്. വണ്ടി ഓടിക്കാനൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രം. മോവാ. മുത്തശ്ശി, ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചേ. എന്താടി? നമ്മള് സിനിമ തുടങ്ങി, പ്രൊഡ്യൂസറും ഹീറോയിനും ഒക്കെ ആയിട്ട് മാഗസിനുകളിലും വന്നു തുടങ്ങി. പക്ഷേ അത് കാണേണ്ടവര് കണ്ടിട്ടുണ്ടാവോ? ആര്? സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭാര്യ വീട്ടിൽ കിടക്കുന്ന ഒരുത്തനില്ലേ, വരുൺ. അവനല്ലേ മുത്തശ്ശി കാണേണ്ടത്. അവനെ സംരക്ഷിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന അവളല്ലേ കാണേണ്ടത്. അല്ല, അതിന് നമ്മൾ എന്ത് ചെയ്യാന്?